നീ ഉണ്ടാക്കിയ ഫുഡായിരുന്നു അവിടുത്തെ സ്പെഷ്യല്. ഇപ്പൊ അതില്ല. അതുകൊണ്ട് കസ്റ്റമേഴ്സ് വരാതെയായി, കച്ചവടവും കുറഞ്ഞു. അതുകൊണ്ട് ബിസിനസ് അവൾക്ക് തിരിച്ചു പിടിക്കണം. അതിനാ അവളിപ്പോ നിന്നെ തേടി വന്നതും ഇങ്ങനൊരു നമ്പർ ഇറക്കിയതും. ഒരാളെ മാത്രം കൊണ്ടല്ല ബിസിനസ് നടത്തുന്നേ. നീ ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല, റെസ്റ്റോറന്റ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നൊക്കെ അല്ലേ അവള് പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്തായി? ഇപ്പോഴാണ് അവൾക്ക് നിന്റെ വാല്യൂ മനസ്സിലായ. നീ അത് വിട്, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. എനിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല. എഗ്രിമെന്റും വർക്കിംഗ് പാർട്ട്ണറും ഒക്കെ നമ്മുടെ റെസ്റ്റോറന്റ് തുടങ്ങുന്നത് വരെ മാത്രമാണ്. തുടങ്ങിക്കഴിഞ്ഞാ ഇതൊക്കെ ഒഴിവാക്കിക്കോണം. വർക്കിംഗ് പാർട്ട്ണർ ആക്കിയതുകൊണ്ട് മാത്രമാ ശ്രീകാന്തിന് ഞാൻ അവിടേക്ക് ജോലിക്ക് വിടുന്നേ. ഇല്ലെങ്കിൽ ഞാൻ വിടില്ലായിരുന്നു. നീ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ, ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഡേ, നീ ഇപ്പൊ പ്രഗ്നന്റാ, സന്തോഷത്തോടെ ഇരിക്കേണ്ട ടൈമാ. അതുകൊണ്ടാ നീ പറയുന്നൊക്കെ ഞാൻ മൂളി കേൾക്കുന്നേ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എന്തിനാ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിനക്കത് ഓർമ്മയില്ല, അതുകൊണ്ടാ. ഇപ്പോഴേ നിനക്ക് നമ്മുടെ കുഞ്ഞല്ല മനസ്സില്, ആ റെസ്റ്റോറന്റാ. ശ്രീകാന്ത്, ശ്രീകാന്ത്, ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വിടരുതായിരുന്നു. ഓ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പറ്റിപ്പോയി. ഭാമേ, നീ ഇങ്ങനെ വാബിളെടുത്ത് ഇരിക്കാതെ. അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ വായിൽ ഈച്ച കയറും, ആ വായൊന്നും അടയ്ക്ക്. എന്നാലും നീ ഇതെന്തൊക്കെയായി പറയുന്നേ? നീ പറയുന്നത് കേട്ടിട്ട് എനിക്കെന്റെ തല ചുറ്റുവാ. എന്റെ മോൻ സുധിയും ശ്രീകാന്ത് ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ മുതലാളി പ്രിയയും തമ്മിൽ കല്യാണം കഴിച്ച എങ്ങനെ ഇരിക്കുമെന്നല്ല ഞാൻ നിന്നോട് ചോദിച്ചത്. അതിനെന്തിനാ തല ഇറങ്ങുന്നത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അങ്ങനെ ചിന്തിച്ച ഇപ്പൊ എന്താ കുഴപ്പം? അവള് സുന്ദരിയാണ്, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ആ, കോടീശ്വരിയാണെന്നും കൂടി പറ. അത് കണ്ടിട്ടായിരിക്കുമല്ലോ നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. അതെ, അതിനെന്താ ഇപ്പൊ ഇത്ര തെറ്റ്? ദേ, ശ്രുതി കല്യാണം കഴിച്ചവനാ, അവനൊരു ഭാര്യയുണ്ട്. അതൊക്കെ നീ മറന്നോ? ദേ, ശ്രുതി എങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ. അറിയട്ടെ, അറിഞ്ഞപ്പോ എന്താന്നേ? ഈ പ്രിയേ വീട്ടില് വന്നിരുന്നു. അപ്പോ സുധി അവിടെ ഉണ്ടായിരുന്നു. സുധിയില് അവൾക്കൊരു നോട്ടം ഉണ്ടോന്നൊരു സംശയമുണ്ട്. സംശയമല്ല, ശരിക്കും നോട്ടമുണ്ട്. ശ്രുതിയെ ഒഴിവാക്കി സുധിയുടെയും പ്രിയയുടെയും കല്യാണം നടത്തണമെന്നുള്ള ആഗ്രഹം അപ്പൊ തുടങ്ങിയതാ എനിക്ക്. ഒന്ന് ആഞ്ഞു പിടിച്ച അത് നടക്കും ഭാമേ. ഈ പ്രിയേ ശ്രുതിയെ പോലെയൊന്നുമല്ല, ഒറിജിനൽ കോടീശ്വരിയാ. ആ, അവളെ കെട്ടിയ എന്റെ മോന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അവന്റെ പഠിപ്പിനും പദവിക്കും പറ്റിയ പെണ്ണാ പ്രിയ. ആ പെണ്ണെ പുതിയ കുറേ ഹോട്ടൽസ് തുടങ്ങുന്നുണ്ട്. എന്റെ മോൻ നല്ല ബുദ്ധിയുള്ള ബിസിനസ്സുകാരനാണല്ലോ. അവനെ കെട്ടിയ അവൾക്കും അത് ഗുണം ചെയ്യും. ഭാവിയില് എന്റെ മോൻ വലിയ വലിയ ഹോട്ടലുകളുടെ ഓണറാവും. വലിയ വലിയ ബംഗ്ലാവുകള്, ആഡംബര കാറുകള്, വേലക്കാര്, പട്ടികള്. ഓ, എന്റെ ഭാമയെ നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. നീയേ ശ്രുതിയെ പിടിച്ച് വേറെ കെട്ടിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞാലേ ശ്രുതി നിനക്കെതിരെ കേസ് കൊടുക്കും. നീയേ അകത്താവും. അതൊക്കെ എനിക്കറിയാം. നിയമപരമായി ശ്രുതിയെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷമേ സുധിയുടെയും പ്രിയയുടെയും കല്യാണം നടത്തൂ. ഡിവോഴ്സ് ചെയ്യുന്നതിന് മുന്നേ സുധിയുടെയും പ്രിയയുടെയും കല്യാണം ഉറപ്പിക്കണം. ഡിവോഴ്സ് ചെയ്തതിന് ശേഷം കല്യാണം. അതാ എന്റെ പ്ലാൻ. അതിന് സുധി സമ്മതിക്കോ? ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കാൻ ആ പെണ്ണ് സമ്മതിക്കോ? 2 പേര് സമ്മതിക്കും. അതിനുള്ള സൂത്രമൊക്കെ എന്റെ കയ്യിലുണ്ട്. എനിക്കിത് ശരിയായിട്ട് തോന്നുന്നില്ല ചന്ദ്രേ. എനിക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോഴേ അതിനുള്ള പണി ആരംഭിക്കാൻ പോവുക. അതെ, നീ തൽക്കാലം ഇതാരോടും പറയരുത്. ഞാൻ ആരോടും പറയത്തില്ല. എന്തായാലും ഇതെങ്ങനെയെങ്കിലും ശ്രുതിയുടെ ചെവിയിലെത്തും. അവളുടെ ജീവിതം തകരാതിരിക്കാൻ അവൾ എന്തും ചെയ്യും. ദേ, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഈ ദുരാഗ്രഹം നിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുന്നതാ നിനക്ക് നല്ലത്. മായ്ച്ചു കളയാനോ? നീ കണ്ടോ, ഈ കല്യാണം നടക്കും.
രേവതി, മോൾ എന്താ ഇവിടെ? ഞാനിവിടെ അമ്പലത്തില് പൂവെടുക്കാൻ വേണ്ടി വന്നതാ. ആന്റി എവിടെ പോവാ? ഞാനിവിടെ അടുത്തൊരു വീട്ടിൽ വന്നതാ. പിന്നെ അരുണിന് നല്ല വിഷമമുണ്ട് മോളെ. ദേവുവിനെ അവൻ അത്രക്കിഷ്ടാ. അരുണിന്റെ ഭാര്യയായിട്ടും എന്റെ മരുമകളായിട്ടും ദേവു വീട്ടിലേക്ക് വരുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ഇനി അത് നടക്കുമെന്ന വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കൊണ്ട് അവനെ കെട്ടിക്കാൻ തീരുമാനിച്ചു. അയ്യോ, പെട്ടെന്ന് തന്നെ ഞാൻ അവന്റെ വിവാഹം നടത്തും. 2-3 നല്ല ആലോചനകൾ വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ശരിയാവുന്ന വിശ്വസിക്കുന്നത്. ആന്റി എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. രേവതിയുടെ ഭർത്താവ് വിചാരിച്ചിരുന്നെങ്കിൽ അരുണിന്റെയും ദേവുവിന്റെയും വിവാഹം നടത്തായിരുന്നു. പക്ഷെ അവ സമ്മതിക്കുന്നില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാ നമ്മൾ കാത്തിരിക്കുന്നെ. അരുണിന് ദേവുവിനെ അത്രക്കിഷ്ടാ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളുടെ പെങ്കൊച്ചിനെ കൊടുക്കില്ല എന്ന് കരുതി എന്റെ മോൻ ജീവിത അവസാനം വരെ ഒറ്റത്തടിയായി നിൽക്കാനൊന്നും പോകുന്നില്ല. അവന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ? അവന്റെ കല്യാണം ഞാൻ നടത്തും. ആന്റി ഇക്കാര്യം അരുണോട് പറഞ്ഞായിരുന്നോ? അദ്ദേഹത്തിന്റെ സമ്മതത്തോടെയാണോ വേറെ പെൺകുട്ടി അന്വേഷിക്കുന്നത്? അവനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ അവനൊന്നും മിണ്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. എന്റെ മോനെ എനിക്കറിയാം. ഞാൻ പറഞ്ഞ അവൻ കേക്കും. ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നടക്കൂ. ശരി മോളെ. ഹലോ. ആ രേവതി, നീ എവിടെയുള്ളേ? ഞാനിവിടെ അമ്പലത്തിൽ പൂവെടുക്കാൻ വേണ്ടി വന്നതാ. പൂ കൊടുക്കാനാ? നീ അവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. എന്താ സച്ചേട്ട കാര്യം? അതൊക്കെ നേരിട്ട് പറയാം, നീ അവിടെ നിൽക്കേ. ശരി, പെട്ടെന്ന് വാ. ആ, ഞാനേ സ്കൂളിലാ, ഒരു 10 മിനിറ്റ്. ശരി. ആ ശരി ശരി ശരി. ആ വാ പോവാ. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? കയറാം അങ്ങോട്ട്. നിന്റെ മനസ്സിലിരിപ്പ് ശ്രുതി അറിഞ്ഞ പ്രശ്നമാവില്ലേ? അവൾ എങ്ങനെ അറിയാനാ? ഇത് നമ്മൾ രണ്ടുപേർക്ക് മാത്രമല്ലേ അറിയൂ. ശ്രുതിക്ക് പോലും അറിയില്ലല്ലോ. നീയായിട്ടേ അവളോട് പറയാതിരുന്നാ മതി. ഞാൻ അങ്ങനെ പറയൂ ചന്ദ്രേ? അല്ലേലും ഇതൊക്കെ ശരിയാണോ? ശരിയാണ്. നീ ഇങ്ങ് വന്നേ, നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇരിക്ക്. ദൈവോയ്, ഇന്ന ചെക്കന് ഇന്ന പെണ്ണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ ചില മനുഷ്യരോ അവരെടുത്തു ചാടി അവർക്ക് ഇഷ്ടമുള്ള ആളെ കണ്ടുപിടിക്കും. എന്നിട്ട് അവര് കല്യാണം കഴിക്കും. അങ്ങനെയാ ആ പാർലറുകാരി എന്റെ മോന്റെ തലയിലായത്. ഞാനാ തെറ്റ് ചെയ്ത്. ഇപ്പോ ഞാൻ തന്നെ ആ ചെയ്ത തെറ്റ് തിരുത്താൻ പോവാ. എന്റെ സുധിക്ക് ദൈവം എഴുതി വെച്ച പെണ്ണ പ്രിയ. നീ കണ്ടോ, അവള് എന്റെ വീട്ടിലെ മരുമോളായിട്ട് വരും. നോക്കാം. മാഡം, കഴിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. പ്രിയ ഉണ്ടോ ഇവിടെ? ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് കാണണമായിരുന്നു. വരും മാഡം. വാ. മാഡം, ഇതാ അവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? സുന്ദരിയല്ലേ? സുന്ദരി തന്നെ. വാ മോളെ പ്രിയ. ആന്റി, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇരിക്കേ. ഇരിക്കേ.
മോക്ക് സുഖം തന്നെയല്ലേ? ആ സുഖ. ഇത് ഭാമ, ചെറുപ്പം തൊട്ടുള്ള എന്റെ കൂട്ടുകാരിയാ. ഹായ് ആന്റി. ഞാൻ പ്രിയയെക്കുറിച്ച് ഭാമയോട് പറഞ്ഞിട്ടില്ലേ? ആ എന്നെ കുറിച്ച് എന്താ ആന്റി പറഞ്ഞേ? വലിയ പണക്കാരിയാന്ന് പറഞ്ഞു. ഉം. വേറെയും കുറെ റെസ്റ്റോറന്റുകൾ തുറക്കുന്നുണ്ടല്ലേ? ശ്രീകാന്തിനെ വർക്കിംഗ് പാർട്ണർ ആക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. രണ്ടുപേരും എന്താ വന്നേ? ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണോ? ഏയ്, ഇവിടെ അടുത്തൊരു ആവശ്യത്തിന് വന്നതാ. മോളെ ശ്രീകാന്തിനെയും കണ്ടിട്ട് പോവാന്ന് കരുതി. ആ ശ്രീകാന്ത് ലീവാണല്ലോ. അയ്യോ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഔ, ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ബിസിനസ്സുകാരിയായി. ബിസിനസ് മാത്രം മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ പ്രായത്തിൽ തന്നെ കഴിക്കണം. അല്ല, ഇനി കുറച്ചുകൂടെ പ്രായമായിട്ട് കഴിക്കാനാണോ പ്ലാൻ? എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, വലിയ ബിസിനസ്സുകാരനാ, സുന്ദരൻ. ഒരു വർഷം മുന്നേ വരെ അവനെ കണ്ട കുഞ്ചാക്കോ ബോബനെ പോലെയായിരുന്നു. ബാമ വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്ക്. ഇപ്പൊ കണ്ടാലും സിനിമാ നടന്മാരെ പോലെ തന്നെയാ. അവന് പെണ്ണന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോ ആദ്യം എന്റെ മനസ്സിൽ പോയതേ മോളുടെ മുഖ. ഞാനോ? ആ അതെ, മോൾക്ക് ചേരുന്ന പയ്യനാ. ആന്റി, എനിക്കിപ്പോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓ, അത് വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞാലും ചെയ്യാലോ. ഞാനീ പറഞ്ഞ പയ്യനെ നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാ, സൽ സ്വഭാവി. ആന്റിയുടെ മോനെ പോലത്തെ പയ്യനാണോ? ആ അതെ അതെ. അതുപോലൊരു പയ്യനാണെങ്കിൽ ഞാൻ ഓക്കെയാ. ഓ, പക്ഷെ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. എല്ലാരും പറയുന്ന കേട്ട് ഒരാളെ എടുത്തു ചാടി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരാളെ കെട്ടുകയില്ല. അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കി മനസ്സറിഞ്ഞ ശേഷേ കെട്ടു. ആ അതേ പാടുള്ളൂ. ആ സന്തോഷേ, ഇവിടെ എത്തിയോ? ആ ശരി ശരി, ഞാനിപ്പോ വരാം. ആ ആന്റി, ഒരു 5 minutes, ഞാനിപ്പോ വരാം. ശരി മോളെ. അവള് പറഞ്ഞ കേട്ടോ, എന്റെ മോനെ പോലെ ഒരു പയ്യനാണെങ്കിൽ അവക്ക് ഓക്കെ ആണെന്ന്. അന്ന് വീട്ടിൽ വന്നപ്പോ അവള് സുധിയെ കണ്ടിരുന്നല്ലോ. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ അവനെ മനസ്സിലാക്കി. ശ്രീകാന്തും അവനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയെങ്കിലും സുധിയും പ്രിയയും തമ്മിൽ അടുപ്പിക്കണം. അവര് തമ്മിൽ അങ്ങനെ സംസാരിച്ച് കൂടുതൽ അടുപ്പാകും. അവനെ കൂടുതൽ മനസ്സിലാക്കുമ്പോഴേ അവനെപ്പോലെ ഒരാളെയല്ല, അവനെ തന്നെ വേണമെന്ന് അവള് പറയും. പ്രിയയും സുധിയും തമ്മിൽ അടുപ്പിക്കാനുള്ള കാര്യങ്ങള് ഇനി ആലോചിക്കണം. ആ നിൽക്കുന്ന എന്റെ വൈഫാ. രേവതി, നമസ്കാരം. നമസ്കാരം. രേവതി, ഇത് വിനീത്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. ഡ്രൈവറായിരുന്നു. ഇപ്പൊ ഒരു ട്രാവൽ ഏജൻസി നടത്താ. സ്വന്തമായിട്ട് 7 വാഹനങ്ങളുണ്ട്. 7 വാഹനങ്ങളുണ്ടെന്ന് പറയുമ്പോ ഇവന്റെ വരുമാനം എത്രയുണ്ടെന്ന് എനിക്ക് ഊഹിക്കാലോ. +2 ആണ് വിദ്യാഭ്യാസം. പക്ഷെ എമ്മക്കാരന്റെ ബുദ്ധിയാ. സ്വന്തമായിട്ടേ 2 നില വീടുണ്ട്. കുറെ സ്ഥലം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇവൻ. നല്ല കുടുംബ. പിന്നെ ഇവനാണെങ്കിലേ കുടിയില്ല, വലിയില്ല, മറ്റു ദുശീലങ്ങളൊന്നുമില്ല. ഇങ്ങനെ പുകഴ്ത്താതെ ചേട്ടാ. പുകഴ്ത്തിയതല്ലോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഇല്ലാത്തതല്ലോ.
രവതിയെ, ഇന്നത്തെ കാലത്തെ ഇതുപോലൊരു ചെക്കനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. നമ്മുടെ കുടുംബത്തിന് ചേർന്ന ബന്ധുവാ. നാട്ടിലെ ചെറുക്കൻ തന്നെ വേണമെന്ന് ദേവ് പറഞ്ഞിരുന്നല്ലോ. ഇവൻ നാട്ടിൽ തന്നെയാ. എന്തുകൊണ്ടും നമ്മുടെ ദേവിന് പറ്റിയ ചെക്കനാ. നിന്റെ അഭിപ്രായം എന്താ? സച്ചേട്ടൻ നിങ്ങൾ വന്നേ വാ. നീ ഇവിടെ നിൽക്കേ, ഞാൻ പോരാ. ആ ശരി. രവതി, എങ്ങനെയുണ്ട്? നീ ഓക്കെയാണോ? എന്താ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ? ഇങ്ങനെയാണോ പെണ്ണന്വേഷിക്കാൻ വരിക? ചെറുക്കനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് എന്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്നോട് അഭിപ്രായം ചോദിച്ചാ ഞാൻ ഇങ്ങനെ പറയാ? അവനെ വേണ്ടാന്ന് അവന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാ അവനത് വിഷമാവില്ലേ? ഒരാളെ അപമാനിക്കുന്നതിന് തുല്യല്ലേ അത്? അവനെ വേണ്ടാന്ന് അവന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാ അവനത് വിഷമാവില്ലേ? ഒരാളെ അപമാനിക്കുന്നതിന് തുല്യല്ലേ അത്? ഇവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ഓക്കെ പറഞ്ഞ ഇപ്പൊ തന്നെ ഇവനെയും കൂട്ടി നമുക്ക് വീട്ടിലേക്ക് പോകാലോ. നല്ല ബന്ധുവാ. അതുകൊണ്ടാണ് ഞാൻ കൈയോടെ പൊക്കിക്കൊണ്ട് വന്നേ. വിട്ടുകളഞ്ഞാ പോയേ. ദേവു ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടന്റാ. അവളെക്കാളും കൂടുതൽ പഠിപ്പില്ലെങ്കിലും അവളെപ്പോലെ ഡിഗ്രി വരെ പഠിച്ച ആളെ വേണ്ടേ സച്ചേട്ടൻ കൊണ്ടുവരാൻ? ഇവന്റെ ആണെങ്കിലോ വിദ്യാഭ്യാസം +2 ആ. അതുകൊണ്ട് അവൾ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാലോ? ഓ, അത് ഞാൻ ഓർത്തില്ല. കുറച്ചുകൂടെ പഠിപ്പുള്ള പയ്യൻ വേണോ അല്ലേ? ഞാൻ നോക്കാം. ഇങ്ങനെ ധൃതി പിടിച്ച് ദേവുവിനൊരു ചെക്കനെ അന്വേഷിക്കണ്ട. കുറച്ചും കൂടി കഴിയട്ടെ. എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നേ? അവള് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നല്ലോ. അപ്പം എത്രയും പെട്ടെന്ന് നടത്തിയ അത്രയും നല്ലതല്ലേ? ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്താ ദേവിന് വേണ്ടി എനിക്കൊരു ചെക്കനെ കണ്ടെത്തിയേ പറ്റൂ. ഞാൻ കണ്ടെത്തും. ഞാനേ അവനെ പറഞ്ഞു വിട്ടേക്കാം. പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ആരെ കൊണ്ടുവന്നാലും ദേവ് കെട്ടാൻ പോകുന്നില്ല. ചേച്ചി എന്തു പറഞ്ഞു? അതൊക്കെ പറയാം, നീ വാ. ഗായത്രി ആന്റി ആണെങ്കിൽ അരുണിന് പെണ്ണന്വേഷിക്കുന്നു. സച്ചേട്ടനാണെങ്കിലോ ദേവുവിന് ചെറുക്കനെ അന്വേഷിക്കുന്നു. അരുണും ദേവും വഴങ്ങില്ല. എന്താവോ പേടി തോന്നോ? എന്റെ ഈശ്വര. അയ്യോ, അച്ഛനായിരിക്കോ? ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ? അച്ഛാ, ഞാൻ ഷോറൂമിലേക്ക് ഇറങ്ങായിരുന്നു. ഈ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി തിരികെ വന്നതാ. വാതിൽ ഉറക്കടാ. അച്ഛനല്ല, അമ്മയാ. അമ്മേ, നീ എന്താടാ വാതിലും പൂട്ടിയിരിക്കുന്നത്? ഏയ്, വെറുതെ ചുമ്മാ. നീ ഷോറൂമിലൊന്നും പോയിട്ടില്ല, കള്ളം പറഞ്ഞതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അല്ല, അമ്മ ഇതെവിടെ പോയതാ? പറയാം. ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ? ആ, പറയാമേ. നിന്റെ പെണ്ണിനെ ഈ അമ്മ കണ്ടെത്തിയടാ. അല്ല, എന്റെ പെണ്ണിനെ അമ്മ മുമ്പേ കണ്ടെത്തിയതല്ലേ? ഓ, ആ കള്ളിയല്ല, ആ ദരിദ്രവാസിയെ വിട്. ഇതേ വേറൊരു പെണ്ണ്. ഓ, വേറെ കള്ളിയായിരിക്കും. പുതിയൊരു പെണ്ണ്. മറ്റവളെ പോലെ ഒന്നുമല്ല, ഒന്നും ഇല്ലാത്തവളും അല്ല. കോടീശ്വരിയാ, കോടീശ്വരി. സുന്ദരിയുമാണ്. ഞങ്ങള് കുറച്ചേരം സംസാരിച്ചു. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ശരിക്കും തെളിച്ച് പറഞ്ഞില്ല, എന്നാലും എനിക്കങ്ങനെ തോന്നി. എന്റെ അമ്മേ, അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ കെട്ടിയ താലി ഇപ്പോഴും ആ ശ്രുതിയുടെ കഴുത്തി കിടപ്പുണ്ട്. അപ്പോഴാ അമ്മ എനിക്ക് വേറൊരു കല്യാണം ആലോചിക്കുന്നത്. അമ്മേ, ഇതൊക്കെ വലിയ പ്രശ്നവും കേട്ടോ. എന്ത് പ്രശ്നം? നീ കെട്ടിയെങ്കിൽ നിനക്ക് തന്നെ അത് അഴിച്ചു കളയാനും പറ്റും. ഇതൊന്നും ഇപ്പൊ വലിയ കാര്യമല്ല എന്റെ പൊന്നുമോനെ. ആ പെണ്ണിനെ കെട്ടുന്നതോടെ നിന്റെ തലവര തന്നെ മാറും. ആ കള്ളി കോടീശ്വരിയാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. നീ ശരിക്കും ഒരു കോടീശ്വരിയെ കെട്ടി അവളോട് പ്രതികാരം ചെയ്യണം. അവള് വന്നതോടെയാണ് നിന്റെ ജീവിതം മാറി മറിഞ്ഞത്. അവളെ കെട്ടിയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, നിനക്ക് വേറെ പെണ്ണിനെ കിട്ടില്ല എന്നൊക്കെ അവള് പറഞ്ഞത് നീ മറന്നു കാണില്ലല്ലോ.
ഈ കോടീശ്വരിയെ കല്യാണം കഴിച്ച് അവളുടെ കൈയും പിടിച്ച് നീ ആ കള്ളിയുടെ മുന്നിൽ കൂടെ നടക്കണം. അല്ല, നീ നിന്റെ ഭാര്യ എന്ന് പറയുന്നവളെ ഇന്ന് തന്നെ ഡിവോഴ്സ് ചെയ്താ നിനക്ക് നാളെ തന്നെ ആ കോടീശ്വരിയെ കെട്ടാം. അമ്മേ, എന്റെ അമ്മ ഏതോ സ്വപ്ന ലോകത്താ. നടക്കുന്ന കാര്യമല്ലോ പറയാമ്മേ. നടക്കൂടാ, നടക്കും. അവള് കോടീശ്വരിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ നിന്റെ കണ്ണ് ബൾബ് കത്തുന്ന പോലെ കത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ബൾബ് കത്തുന്നത് പോലും. അമ്മേ, അമ്മ എന്ത് കത്തുന്നത് കണ്ടെന്നാ പറഞ്ഞത്? ബൾബ്. ഇനി എത്ര ബൾബ് കത്തിയാലും ഈ പറഞ്ഞ കല്യാണം ഈ ജന്മത്ത് നടക്കില്ല. ബൾബ് പോലും ബൾബ്. ഇവൻ എന്നും പ്രിയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്താ രണ്ടുപേരും അടുക്കും, പ്രണയിക്കും, കല്യാണവും കഴിക്കും. പക്ഷേ രണ്ടുപേരും ഒന്ന് കാണണം. അതിനെന്താ ഒരു വഴി? ആന്റിക്ക് എന്താ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ? അല്ല, എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? മുമ്പത്തെ പോലെ അല്ല, എന്നോട് സംസാരിക്കാൻ അത്ര താല്പര്യമില്ലാത്ത പോലെ. ആന്റിയെ ആദ്യം കാണാനായിട്ട് കൊതിയാവുക. അടുത്ത ഞായറാഴ്ച ഞാനും സച്ചേനും കൂടി വീട്ടിലേക്ക് വരട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞാ നീ അത് സമ്മതിക്കുവോ? നീ എന്റെ കൂടെ നിൽക്കുവോ? എന്താ പറ.